നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ഡോനറ്റിന്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രമാത്രം സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ഡോനറ്റാണെന്ന്. പിന്നെ ഇത് ഉണ്ടാക്കാനാണെങ്കിലും വളരെയധികം എളുപ്പമാണ്. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് വൈറ്റ് കോമ്പൗണ്ട് ഡാർക്ക് കോമ്പൗണ്ട് ഒന്നും വീട്ടിലില്ലാത്തവരും എങ്ങനെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടൊരു ഡോനറ്റ് ഉണ്ടാക്കാമെന്നും ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ ചിക്കൂസ് ഡേ ഗിവ് അവേ നടക്കുന്ന കാര്യം അറിയായിരിക്കുമല്ലോ. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഗിവ് അവേയിൽ കൊടുക്കുന്ന സമ്മാനങ്ങൾ. വിന്നർക്ക് ഇഷ്ടപ്പെട്ട സമ്മാനം വിന്നർക്ക് തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനെപ്പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. അതൊന്ന് കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഡോനറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള പാലൊഴിച്ചു കൊടുക്കാം. അധികം ചൂടായി പോകരുത് കേട്ടോ, അപ്പോൾ ഈസ്റ്റൊക്കെ ചത്തുപോയി പോവും. അപ്പോൾ ഇളം ചൂടുള്ള പാല് മതി. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇൻസ്റ്റന്റ് ഈസ്റ്റില്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഈസ്റ്റ് നന്നായിട്ടൊന്ന് പൊങ്ങി വരട്ടെ. ആ സമയത്ത് നമുക്ക് മൈദ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു അരിപ്പയിലേക്ക് 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊടിച്ചെടുക്കാം. അതും കൂടെ നമുക്ക് ഈ മൈദയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ജാതിക്കയാണ് കേട്ടോ. നമ്മളെ മസാലക്കൂട്ടിൽ ഉണ്ടാവുന്ന ജാതിക്കയുടെ ജാതിക്കയില്ലേ, അത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമ്മൾ ഈ ജാതിക്ക നമ്മുടെ ഈ ഡോണറ്റിൽ ചേർക്കുമ്പോഴത്തേക്കും. ഗ്രേറ്റ് ചെയ്ത് ഒരു 1/4 ടീസ്പൂണിന്റെ പകുതിയൊക്കെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതെല്ലാം ഒരു പ്രാവശ്യം അരിച്ചാൽ മതി. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന പോലെ 3 പ്രാവശ്യം ഒന്നും അരിക്കൊന്നും വേണ്ട. എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി മിക്സ് ആക്കി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. മെൽറ്റ് ചെയ്യൊന്നും വേണ്ട, കുറച്ച് സമയം എടുത്ത് പുറത്ത് വെക്കുമ്പോഴത്തേക്കും അങ്ങ് മെൽറ്റ് ആവുമല്ലോ. അത് ചേർത്ത് കൊടുക്കാം. അതങ്ങ് ചേർത്തിട്ട് നമുക്ക് ഈ മൈദ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കണം ആദ്യം. എന്നിട്ട് നമ്മളിത് കയ്യിലെടുത്ത് ഇങ്ങനെ ഉരുട്ടുന്ന സമയത്ത് ഇങ്ങനെ ഉരുട്ടി എടുക്കാൻ പറ്റണം. എന്നിട്ട് പൊട്ടിപ്പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്കിങ്ങനെ പിടിച്ചാൽ ഒന്ന് ഉരുട്ടി എടുക്കാൻ പറ്റണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കത് ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് മൈദയിലേക്ക് ഇടാം. പക്ഷേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈസ്റ്റ് എന്തെങ്കിലും ചീത്തയാവുമോ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇതുപോലെ ചൂടുള്ള പാലിൽ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതിലേക്കൊരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നമ്മൾ ബട്ടറൊക്കെ ചേർത്ത് കുഴച്ച് വെച്ചിരിക്കുന്ന മൈദയിലോട്ട് അത് കുഴിയാക്കിയിട്ട് നടുവിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കതങ്ങ് സൈഡിൽ നിന്നൊക്കെ ഒന്ന് എടുത്തിട്ട് നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതുകൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു മാവെന്ന് പറയുന്നത് ഒത്തിരി അങ്ങ് കട്ടിയായി പോകരുത്, ഒരുപാട് അങ്ങ് ലൂസും ആയി പോകണ്ട. ആ ഒരു പരുവത്തിന് വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പം കുഴയ്ക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ആ ഒരു മാവ് കുറച്ച് കട്ടിയായിട്ടുള്ളത് പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ പാലൊഴിച്ചു കൊടുക്കുകയാണ്. അപ്പം മൊത്തത്തിൽ 4 ടേബിൾ സ്പൂണാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുഴച്ചുരുട്ടിയിട്ടുണ്ട്. നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് ഓയിലാക്കിയിട്ട് നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല സ്മൂത്താക്കി എടുക്കണം. നമുക്ക് ഇതൊരു ബൗളിലേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്, ഡ്രൈ ആയി പോവാതിരിക്കാനാണ്. അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു നനഞ്ഞ ടവലും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ മാവ് ഡ്രൈ ആയി പോവാതിരിക്കാനും നന്നായിട്ട് പൊങ്ങിയൊക്കെ വരാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതവിടെ ഇരിക്കട്ടെ. ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇതെടുത്ത് നമുക്കൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പരത്തി കട്ട് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് നടുവിലൊരു ഹോളിട്ട് കൊടുത്താലും മതി. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്കെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പരത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, മൈദ അധികമായി പോകരുത്. പറ്റിപ്പിടിക്കാതിരിക്കാനുള്ള മൈദ മാത്രമേ ഇടാവുള്ളൂ, അധികമായി പോകരുത്. നമുക്കതങ്ങ് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നായി പോകണ്ട, എന്നാൽ ഒത്തിരി അങ്ങ് തിക്കാവുകയും വേണ്ട. ആ ഒരു തരത്തിൽ പരത്തിയെടുത്താൽ മതി. ഞാനൊരു ചെറിയൊരു കറിപ്പാത്രമാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ച് നമുക്കൊന്ന് റൗണ്ടാക്കി കട്ട് ചെയ്തെടുക്കാം. ഡോനറ്റ് കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും അടപ്പോ പാത്രമോ ഒക്കെ വെച്ച് കട്ട് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നീക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഡോനറ്റിന്റെ ഒരു ഷേപ്പ് വേണ്ടേ, നടുവിലൊരു എസൻസിന്റെ അടപ്പ് വെച്ചിട്ടാണ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്.
അതും അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് നടുക്ക് പ്രസ് ചെയ്യുക, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീക്കി കൊടുക്കുക. അപ്പോൾ അവിടെ കട്ടായി കിട്ടും. എന്നിട്ട് നടുവിലത്തെ ആ ഒരു പോർഷൻ അങ്ങ് എടുത്തങ്ങ് മാറ്റുകയാണ്. എന്നിട്ട് നമുക്ക് ഡോനട്ട് പതുക്കെ ഇങ്ങ് എടുത്ത് മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് 8 ഡോനട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വലുതല്ല, എന്നാൽ ഒത്തിരി ചെറുതുമല്ല, അതൊരു പരുവത്തിനാണുള്ളത്. കുറച്ചുകൂടെ വലുതാണെന്നുണ്ടെങ്കിൽ ഇത്രയധികം കിട്ടില്ല. ഞാൻ കുറച്ച് ചെറുതാണ് ഉണ്ടാക്കിയത്. അത് അവിടെ ഇരിക്കട്ടെ. അത് നമുക്ക് ആ നനഞ്ഞ ടവലില്ലേ അത് വെച്ച് തന്നെ അങ്ങ് മൂടിയിട്ടേക്കാം. ഇനി ബാക്കി വന്നിട്ടുള്ള മാവെടുത്ത് ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് കുഴച്ചൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അതാണ് നമ്മൾ ആദ്യമേ മൈദ കൂടുതൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മാവങ്ങ് കുറേ കൂടി തിക്കായി പോകും. അതുകൊണ്ടാണ് വളരെ കുറച്ച് പൊടി മാത്രമേ ഇടാവുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാ നമ്മുടെ ഡോനട്ടുകളൊക്കെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതൊരു 10 മിനിറ്റും കൂടെ അവിടെ എങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ചീനച്ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചെടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ഒരുപാട് അങ്ങ് ചൂടായി പോകരുത്, എന്നാൽ തീരെ ചൂടാവാതെ ഇരിക്കുകയും ചെയ്യരുത്. ഒരു മീഡിയം ചൂട്. ആ സമയത്ത് നമുക്ക് ഡോനറ്റ് ഇട്ട് കൊടുക്കാം. 2 എണ്ണം വെച്ച് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ഡാർക്ക് കളറൊന്നും ആയി പോകണ്ട കേട്ടോ. അപ്പോഴത്തേക്കും ഡോനറ്റ് അങ്ങ് ഹാർഡായി പോകും. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കങ്ങ് എടുത്ത് മാറ്റും. അപ്പോൾ ഇതാ നമ്മുടെ ഡോനട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറിൽ ആയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് എടുക്കാം. അതേപോലെ തന്നെ അടുത്ത ഡോനട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ ഡോനട്ടും റെഡിയാക്കി എടുക്കട്ടെ. ഇപ്പം നമ്മുടെ ഡോനട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഓരോന്നായിട്ടൊന്നെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ബാക്കി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കുറച്ച് ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? നല്ല ഗോൾഡൻ കളറിലിരിക്കുന്ന ഡോനട്ടുകളാണ്. അടിപൊളി, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് ഡാർക്ക് കോമ്പൗണ്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് മെൽറ്റ് ചെയ്യുന്നത്. പാത്രത്തിൽ വെള്ളം വെച്ച് തിളയ്ക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു ബൗളിൽ ഡാർക്ക് കോമ്പൗണ്ട് ഇട്ട് കൊടുക്കാം. അത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ചെറിയ തീയിലിട്ട് വേണം എപ്പോഴും ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് മെൽറ്റ് ആയിട്ടുണ്ട്. അതിപ്പോൾ അത് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ലൂസ് ആയതുപോലെ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അടുപ്പത്തു നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം പുറത്ത് വെച്ച് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒന്നുകൂടെ ഒന്ന് അതങ്ങ് ലൂസ് ആവുന്നതായിട്ട്. കാരണം ഈ ഡാർക്ക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ചൂട് അധികമായാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പുറത്തെടുത്ത് വെച്ച് ഇളക്കി ഒന്ന് ലൂസാക്കി എടുക്കാം. ഇതപ്പം നന്നായിട്ട് ലൂസായിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഒരു പോറിങ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അത് മതി. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുറച്ച് വൈറ്റ് കോമ്പൗണ്ടും അതേപോലെ തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ടും വൈറ്റ് കോമ്പൗണ്ടും ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. 2 എണ്ണം ഡാർക്ക് കോമ്പൗണ്ടിൽ മുക്കിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വൈറ്റ് കോമ്പൗണ്ടിൽ നമുക്ക് മുക്കിയെടുക്കാം. ഫുള്ളായിട്ട് വേണമെങ്കിൽ ഫുള്ളായിട്ട് കവർ ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഇപ്പം ഒരെണ്ണം ഞാൻ ഫുള്ളായിട്ട് അങ്ങ് കവർ ചെയ്തെടുക്കട്ടെ. ഇതിപ്പം വയർ റാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വയർ റാക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചാലും മതി കേട്ടോ. അത് പിന്നെ ഒരുപാട് ചോക്ലേറ്റ് ഒക്കെ വേണ്ടി വരും. പിന്നെ വയർ റാക്ക് എല്ലാവരുടെ അടുത്തും ഉണ്ടാവുകയില്ല. ഞാൻ വൈറ്റ് ചോക്ലേറ്റിലേക്ക് കുറച്ച് പിങ്ക് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. പിങ്ക് കളർ 2 ഡ്രോപ്പ് ആഡ് ചെയ്തോളൂ. ആ പിങ്ക് കളറിൽ നമുക്ക് ഒരു ഡോനട്ട് ഒന്ന് മുക്കിയെടുക്കാം. ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് കോട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ മുകളിൽ ഡാർക്ക് കോമ്പൗണ്ട് ജസ്റ്റ് ഒന്ന് ഒരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് നീക്കി കൊടുത്താൽ മതി. ആ ഒരു ലൈനായിട്ട് ഇങ്ങനെ വരും. അടുത്തതും അതുപോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഡാർക്ക് കോമ്പൗണ്ട് കോട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അങ്ങനെ കൂടെ ചെയ്ത് കഴിയുമ്പോഴാണ് അതിനൊരു ഭംഗി വരുന്നത്. ഇനി അതേപോലെ തന്നെ പിങ്ക് കളറിൻ്റെ മുകളിൽ നമുക്ക് വൈറ്റും ആക്കി കൊടുക്കാം. അതൊരു പ്രത്യേക ഭംഗി കേട്ടോ കാണാനായിട്ട്. പിങ്കിൻ്റെ മുകളിലൊരു വൈറ്റ് കോട്ടിങ് വരുമ്പോഴത്തേക്കും. ഇനി വേണമെങ്കിൽ ഇതുപോലെ നമ്മുടെ ഷുഗർ ബോൾസ്, പല കളറിലുള്ള ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കാം. എങ്ങനെ വേണേലും ചെയ്യാം. അതുപോലെ ഡാർക്ക് കളറിൻ്റെ മുകളിലും ഇതേപോലെ വൈറ്റും പിങ്കും മാത്രമുള്ള ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതുപോലെ കളർ ഗ്ലിറ്റർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് ഓരോന്നായിട്ട് എടുത്തു വെച്ച് കൊടുക്കാം. ഓരോ സെപ്പറേറ്റ് ഡിസൈൻസ് ആണ്. ഗ്ലിറ്റർ ഇട്ട് കാണാൻ നല്ല ഭംഗിയാട്ടോ. ക്യാമറയിൽ കാണുന്നതിലും നേരിട്ട് കാണാനാണ് കൂടുതൽ ഭംഗി. അതുപോലെ തന്നെ ഈ പിങ്കിന്റെ മുകളിൽ വൈറ്റ് ചെയ്തതും നല്ല ഭംഗിയാണ്. അപ്പം നമ്മുടെ 6 ഡിസൈൻസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്? വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡോനട്ടും അതിൻ്റെ മുകളിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻസുമാണ്. ഇതിപ്പോൾ ഡാർക്ക് കോമ്പൗണ്ടും വൈറ്റ് കോമ്പൗണ്ടും ഒക്കെ കയ്യിലുള്ളവർക്ക് ഈ ഒരു തരത്തിൽ ചെയ്യാം. ഇനി ഇതൊന്നും കയ്യിലില്ലാത്തവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ അതൊരു 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുമ്പോഴത്തേക്കും കുറച്ചൊന്ന് തിക്കായിട്ട് വരും. ഒരുപാട് അങ്ങ് കട്ടിയായി പോകണ്ട, ഒരു നൂൽ പരുവൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ഒട്ടുന്ന പോലെ ഉണ്ടാവും, അത് മതി. ബാക്കിയുള്ള ഡോനറ്റുകളങ്ങ് എടുത്തു വെക്കാം.
നല്ല ഗോൾഡൻ കളറിലിരിക്കുന്ന ഡോനട്ടുകളാണ്. ഇതപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡോനറ്റിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല ഗ്ലേസിങ് ഒക്കെ ആയിട്ടിരിക്കുന്ന ഡോനറ്റുകൾ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഡോനറ്റ് ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. അതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. ഇതാണ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡോനറ്റ് എല്ലാം റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓരോന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ചിക്കുവാണ് കേട്ടോ ടേസ്റ്റ് ചെയ്തത്. ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള ഡോണറ്റാണ്. ചിക്കുവിനും നല്ല ഇഷ്ടപ്പെട്ടു. ഞാനും കഴിച്ചു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ മുകളിൽ വൈറ്റ് വരച്ചില്ലേ, അതാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയത് കേട്ടോ. സ്പ്രിങ്കിൾസ് ഇട്ടതിലൊക്കെ ടേസ്റ്റ് കൂടുതൽ തോന്നിയത് അതാണ്. കാരണം ആ ഡാർക്ക് ചോക്ലേറ്റ് ആ ഡോണറ്റിൻ്റെ കൂടെ വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ നമ്മുടെ ഡോണറ്റ് റെസിപ്പി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.